അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുമുണ്ട്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സിനിമാ മേഖല ഭരിക്കുന്നു. കാസ്റ്റിംഗ് കൗച്ച് മോളിവുഡിലുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. താരപരിവേഷമില്ലാത്തവർക്ക് പോലും ഗുണ്ടാ ടീം വഴി ഫാൻസ് അസോസിയേഷൻ. നടിമാരെ തിരഞ്ഞെടുക്കുന്നത് താരങ്ങൾ. ചൂഷണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പ്രധാന നടന്മാർ വരെയുണ്ട്. സിനിമയുമായി സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേര്. സിനിമാ സെറ്റുകളിൽ പോലും ലഹരി ഉപയോഗം വ്യാപകം. 233 പേജുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു രത്ന ചുരുക്കാണ്. പറ വക്കീലേ. നമ്മളിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ പറഞ്ഞൊരു ബൈറ്റുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ സിഗരറ്റ് മുതൽ എല്ലാ ഡ്രഗ്സും അവിടെ ഒഴുകുന്നു എന്നാണ് കേട്ടത്. അതായത് ഇതൊരു ഡ്രഗ്സിന്റെ മാഫിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന്. അല്ല, ഈ പറഞ്ഞ നമ്മളിപ്പം ഒന്നാലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും ഇത് സമൂഹത്തിൽ ഞാൻ ഓപ്പൺലി ഒരു കാര്യം പറയാം. എൻ്റെ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ഒരു സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് പെഗ് അടിക്കുന്നതൊക്കെയാണ് ആ സമയത്ത് ഇച്ചിരി ഒരു ഹീറോയിസം അല്ലെങ്കിൽ സംഭവങ്ങൾ പറയപ്പെടുന്നത്. അപ്പോൾ ആ സംഭവത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് ഒരു +2 പഠിക്കുന്ന കുട്ടിക്ക് അവൈലബിളായി കിട്ടുന്നത് ഡ്രഗ്സാണ്, കെമിക്കൽസാണ്, സിന്തറ്റിക് ഡ്രഗ്സാണ്. ഇതെവിടെ നിന്ന് വന്നു? ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ൊക്കെ ഞാൻ കേട്ടത് ഞാൻ എൻ്റെ ഡിഗ്രി PG കാലഘട്ടങ്ങളിലും ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. 2012-13 ആ സമയത്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ട് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ അനുവിൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരാൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇതൊക്കെ പണ്ട് സിനിമയിൽ പറഞ്ഞ സാധനം നമ്മൾ അന്നേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൈലബിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഇതൊക്കെ പറയുമെങ്കിലും നമ്മളെ ഹേമ കമ്മിറ്റി ഒള്ളി ഈ സെക്ഷൽ ഹാരാസ്മെന്റ് അഗെയിൻസ്റ്റ് പെൺകുട്ടികൾ മാത്രമല്ല പറയുന്നത്. ഇല്ലീഗൽ ബാനിങ്, ഇതേപോലെ ഡ്രഗ്സ്, അതേപോലെ തന്നെ ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാർക്ക് ചെയ്തൊരു പോയിന്റ് ആണ്. അതായത് പേജ് നമ്പർ 127 അവർ പറയുന്നുണ്ട്, ഒരു പുരുഷൻ, അയാളൊരു ആക്ടറാണ്, അയാൾ അത്യാവശ്യം നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അയാളെ ബാൻ ചെയ്തു. എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി 20 ലക്ഷം രൂപ തന്നാലേ നിങ്ങളുടെ ബാൻ ഒഴിവാക്കുമെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല ഇതിന്റെ ഇതുപോലെ തന്നെ മറ്റൊരു നടൻ, ഇയാൾ എന്നാണെന്ന് അറിയില്ല, വേറൊരു നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കിയും അയാൾ സീരിയലിൽ പോയി അവിടെയെങ്കിലും അഭിനയിച്ച് ജീവിക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെയും ഈ പവർ പൊളിറ്റിക്സ് കളിച്ച് അവിടെ നിന്നും അയാളെ പുറത്താക്കി. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ജെൻഡറിന് അതീതമായി ഇത് നിലനിൽക്കുന്നു. സെക്ഷുവാലിറ്റി മാത്രമല്ല ഇതിന്റെ പ്രശ്നം, അല്ലാണ്ട് ഇല്ലീഗൽ ബാനിങ്, അല്ലാത്ത ഡ്രഗ്സ്, നർക്കോട്ടിക് സബ്സ്റ്റൻസസ് എല്ലാം ഇതിൽ വരുന്നു. പല തരത്തിലുള്ള ചൂഷണങ്ങൾ, മാനസികമായും ശാരീരികമായും എല്ലാം. ആക്ച്വലി ഒരു നമ്മളിപ്പോ കാണുന്നത് എല്ലാ നിലയിലും 1 വയസ്സുള്ള കുട്ടി തൊട്ട് അങ്ങ് എല്ലാ ഏജിലുള്ള ആളുകൾ. ഒരു ഏജ് കഴിഞ്ഞാൽ സിനിമയിൽ അവസരം കിട്ടില്ല. എന്ത് ചെയ്യും അവർ പഠിച്ചതോ അല്ലെ അവർ ചെയ്യുന്നതോ എല്ലാം ഒരു കാലഘട്ടം മുഴുവൻ ഇതായിരിക്കും. അവരിതല്ലാതെ വേറെ തൊഴിൽ സാധ്യത അറിയില്ല. അവരെന്ത് ചെയ്യും? ഇപ്പൊ വിട്ടുവീഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെ കണക്ട് ചെയ്തിട്ടാ പറയാം. എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത്. അപ്പൊ ഈ അതിൽ പുരുഷന്മാരും വരുന്നില്ലേ? കോമഡി ആയിട്ട് പറയുന്നുണ്ട്. ഒരു ആക്ടർ, ഒരു ക്യാരക്ടർ ആണായിരിക്കും, ആള് വന്നിട്ട് ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് റെഡിയാണെന്ന് പറയുന്ന ഒരു കോമഡി ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സ്ത്രീ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊരു പ്രശ്നമായി കൂടുതലും വരുന്നത്. പുരുഷന്മാര് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വരേണ്ടി വരുന്നത് ഒരു പക്ഷെ എവിടെ അറിയപ്പെടുന്നുണ്ടാവില്ല. ഒരു പോയിന്റ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അതിപ്പോഴും ഒന്നുകൂടെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഈ പറയപ്പെടുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു സ്റ്റാമ്പ് കൊടുക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെട്ട് അതിലേക്ക് വന്ന് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒത്തിരി ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്, ഒരു ഭയങ്കര ബിസിനസ് മേഖലയാണ്. അതേപോലെ തന്നെ വലിയൊരു തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഒരിക്കലും ഇത് അവിടെ നടക്കുന്ന ഒരു ചില ആൾക്കാർ, വേണമെങ്കിൽ നമുക്കത് ജെൻഡർ ഇല്ലാതെ തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്, ആൺ പെണ്ണല്ല, ക്രിമിനലാണ്. അവിടെ പറയുന്ന പോയിന്റ് ഉണ്ട്, ക്രിമിനൽ സ്വഭാവമുള്ള. ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആണായിരിക്കാം, പെണ്ണായിരിക്കാം. അത് അങ്ങനെ നമ്മൾ ഇതിനെ സബ്ജക്റ്റീവായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു സംഭവമുണ്ട്. ഇപ്പം ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അയാൾ 10-25 വർഷമായിട്ട് ഈ സിനിമ മേഖലയിൽ നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ ആളിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഈ 15 പ്രമുഖർ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഈ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് വരും.
മനസ്സിലായോ? അയാൾ ഇതിനകത്ത് ഇല്ലായിരിക്കും. അത് ഈ നടിമാരുടെ ഈ പറയുന്ന വിവരങ്ങളൊക്കെ കേട്ട് ഈ ഹേമ റിപ്പോർട്ട് ആ കമ്മീഷൻ പോലും ഞെട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ഇത് എന്താ സംഭവിക്കണം എന്നറിയാണ്ട്. മലയാള സിനിമ ഇത്ര അഴുകിയതാണോ എന്ന് വരെ നമുക്കൊരു അല്ലേ ഇമ്പാക്റ്റ് വരും. പക്ഷെ അങ്ങനെയും നമ്മൾ കരുതേണ്ട കാര്യവുമില്ല. കാരണം ഇതിൽ ഒന്നോ രണ്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് കാലക്രമേണ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് സ്വന്തം നേട്ടമാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ അല്ലേ? എല്ലാം സ്വന്തം നേട്ടം. എനിക്ക് നേടണം, എനിക്ക് കുറെ എന്താണ് പടങ്ങൾ വേണം, എനിക്ക് അവസരങ്ങൾ വേണം, ഞാൻ നിറഞ്ഞു നിൽക്കണം, ഞാൻ ലൈം ലൈറ്റ് വരണം എന്നുള്ളതാണ്. വളരെ ഡെഡിക്കേഷനോട് കൂടി കലയെ സമീപിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പൊ പൃഥ്വിരാജ് അല്ലെങ്കിൽ എത്രയോ നടന്മാര് കഷ്ടപ്പെട്ട് അവരുടെ വിയർപ്പും നീരുമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും പേര് പുറത്തുവിടണ്ടേ? പ്രമുഖർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തണം. അത് സമയത്ത് മാത്രമേ വിത്ത് റൈറ്റ് എവിഡൻസ് വിത്ത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പുറത്തുവിടാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്രജുഡൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മുൻധാരണയോട് കൂടി ഒരു ആക്ടറിനെയും ഒരു ആക്ട്രസിനെയും നമ്മൾ സമീപിക്കരുത്. കാരണം അവരുടെ അധ്വാനവും വേർപ്പുമാണ് നമ്മൾ ഈ കാണുന്ന 2.5 മണിക്കൂർ 3 മണിക്കൂർ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മളെ ആലോചിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു കണ്ടന്റ് അവർ റൈസ് ചെയ്യാണ്. അവരുടെ അധ്വാനമാണ്. എത്രയോ ടെക്നീഷ്യൻസ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ആൾക്കാരിലേക്ക് എത്തുന്നതും ഇത് ഇത്രയും ആൾക്കാരെ പേടിപ്പെടുത്തുന്നതിന് കാരണം ഇതാദ്യമായിട്ടാണ് ഒരു സിനിമാ മേഖലയിൽ നിന്നൊരു റിപ്പോർട്ട് ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ പണ്ട് ചിലപ്പം സിനിമാ മേഖലയിലുള്ള ആൾക്കാർ പറയുന്ന ചില കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ റിപ്പോർട്ട് വന്നിട്ട് എന്താ ജൂബി കാര്യം? ഈ തോക്ക് തന്നിട്ട് വെടിവെക്കാൻ പാടില്ല എന്ന് മറ്റേ CID മൂസയിൽ പറഞ്ഞ ഡയലോഗാണ്. 6 കഞ്ഞി പഴങ്കഞ്ഞാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിൽ എന്താ ഉള്ളത്? അതിന് ഒരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഇല്ല. ഈ പറഞ്ഞ പ്രമുഖരുടെ പേരൊക്കെ ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് എന്തെങ്കിലും വില ഉണ്ടായേനെ. ഇപ്പൊ എന്ത് വിലയാണ് ആ റിപ്പോർട്ടിനുള്ളത്? അനുപമ, ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ആണ് അഗ്രീവ്ഡ് പാർട്ടി. സ്റ്റേറ്റ് ആക്ഷൻ എടുക്കണം. ഇപ്പൊ ഈ റിപ്പോർട്ട് വന്നതിന്റെ ബേസിസിൽ കേരള ഗവൺമെന്റ് ഒരു അന്വേഷണം ഇതിന്റെ പേരിൽ നടത്തുകയും കൃത്യമായി FIR ഇടുകയും അന്വേഷിക്കുക, അതിനൊരു സംഘം രൂപീകരിച്ച് എങ്കിലേ നമ്മളൊരു പ്രോഗ്രസ്. അവിടെ പറയുമ്പോഴും നേരത്തെ രാധിക പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയാണ്. അതായത് ഇത് ഈ പറയുന്ന 15 പേരുടെ പേര് വൺസ് ഇത് എവിഡൻസ് സെറ്റായി 100% അഷ്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ പേര് പുറത്തുവിടാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആളുകൾ പ്രജുഡൈസ്ഡ് ആവാനും അയാൾ അങ്ങനെ ചെയ്തതല്ലേ, അയാൾ അങ്ങനെ ഒറ്റപ്പെടുത്താനും പാടില്ല. അല്ല, നിയമപരമായിട്ട് ഒരു സ്ത്രീ ഇതിന് മുന്നിട്ടിറങ്ങണം അല്ലെ, ഒരു കേസ് കൊടുക്കണം. പുരുഷനും അല്ലെങ്കിൽ ഇല്ലീഗൽ ബാനിങ് അവർ കോടതിയിൽ പോലും പോകാൻ പറ്റില്ല. കാരണം അവർക്ക് കിട്ടുന്ന ബാനിങ് എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ കിട്ടുന്ന സാധനമല്ല. അവർക്ക് കിട്ടുന്ന ഇല്ലീഗൽ ബാനിങ് എന്ന് പറയുന്ന ആളുകൾ തമ്മിൽ സംസാരിച്ച് ഇരകള് റെഡി ആവണം. വേട്ടക്കാരന്റെ പേര് പുറത്ത് വരണമെന്ന് ഇരകള് പറയണം. അതല്ലേ വേണ്ടത്? ഇരകൾക്ക് അതിനുള്ള ധൈര്യം കൊടുക്കണം എന്നുള്ള ഈ റിപ്പോർട്ടിലൂടെ ഇരകൾക്ക് അതിനുള്ള ധൈര്യം വരണം. ഒറ്റ ചോദിച്ചിട്ടെ, ഒരു വക്കീലാണ്, രണ്ടുപേരുടെ ചോദ്യം. അനുപം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീയാണ്, രാധിക ഒരു വക്കീലാണ്. ആഫ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനി നടക്കില്ല എന്നൊരു ധാരണ രണ്ടുപേർക്കുണ്ട്? ഇല്ല, എനിക്കങ്ങനെ ധാരണയില്ല. എനിക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട് നമ്മുടെ ജുഡീഷ്യറിയിലും സിസ്റ്റത്തിലും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് ആണ് ഇതിൻ്റെ അഗ്രീവ്ഡ് പാർട്ടി. സ്റ്റേറ്റ് ഇതിനൊരു ആക്ഷൻ എടുക്കുകയും സ്റ്റേറ്റ് മുന്നോട്ട് വരികയും വേണം. അല്ലാണ്ട് മറ്റെല്ലാ കമ്മിറ്റി റിപ്പോർട്ടും എല്ലാ പഠനങ്ങളും പോലെ തൂത്തുവാരി എറിയേണ്ട ഒരു പഠനമല്ല. നമുക്ക് നിലവിലത്തെ സിസ്റ്റത്തിൽ നമ്മൾ വളരെ ഹോപ്പ്ഫുള്ളി പ്രതീക്ഷയോടെ ഇരിക്കുകയും വേണം. കാരണം നമ്മൾ അങ്ങനെ തള്ളി പറയുമ്പോഴും നമ്മൾ ഈ രാജ്യത്തിൻ്റെ സിറ്റിസൺ, നമ്മൾ അത് പരമോന്നത നീതിപീഠത്തെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതാണ് ഒരു റൈറ്റ് വേ. എങ്കിലേ സിസ്റ്റം ഫിൽട്ടർ ചെയ്യപ്പെടുകയും സിസ്റ്റം മാറാനുള്ള ഒരു സാധ്യത ഉണ്ടാവുള്ളൂ. മറിച്ച് ഞാൻ മിണ്ടണം എന്തിനാ, ഞാൻ പോയാലും 4 കൊല്ലം 5 കൊല്ലം കഴിയും കേസ്, 4 കൊല്ലം 5 കഴിഞ്ഞാലും വിധി വരില്ല എന്ന് കരുതി ഞാൻ പ്രതികരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും വേട്ടക്കാരന് ആയുസ് കൂടേ ഉള്ളൂ. അല്ല, ആസ് എ ലേമാൻ എന്ന രീതിയിൽ ഒരു സാധാരണ സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നീ ഇത് തന്നാലേ നിനക്കിത് തരുള്ളൂ എന്ന ഒരു സാധനം ഉണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് ജൂബി നേരത്തെ ഒരു പെണ്ണുങ്ങൾക്ക് എന്താ കൊടുക്കാനുള്ളത്? ആ ഒരു സാധനം ഈ റിപ്പോർട്ട് വന്നതോടെ ചോദിക്കാൻ ഒരു പേടി ചിലരിലെങ്കിലും വരണം എന്നുള്ളതാണ്.
ഇപ്പോൾ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും ഒരു സ്ത്രീയെ അഭിനയിക്കാൻ അല്ലെങ്കിൽ നടിയാക്കാൻ സമീപിക്കുമ്പോൾ അവളോട് നീ എനിക്ക് ശരീരം തരണം എന്ന് പറയാൻ ഒരു ഭയമെങ്കിലും വന്നാൽ മതി. ഈ ഒരു റിപ്പോർട്ടിന്റെ അതോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യണം ഇതിന്റെ കൂട്ടത്തിൽ. ഞാൻ ഇതിന് റെഡിയാണ് എന്ന് പറയുന്ന ആൾക്കാർക്കെതിരെയും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഞാൻ ഇതിന് റെഡിയാണ് എന്ന് പറയുന്ന ആൾക്കാർക്കെതിരെയും കൂടെ ഈ ആക്ഷൻ ഉണ്ടാവണം. കാരണം ഒരു കാര്യം പറ്റും, നമ്മളിപ്പം എനിക്കറിയാവുന്ന ഒരു സോഴ്സിൽ നിന്ന് കേട്ടൊരു സംഭവമാണ്. ഒരു എവിടാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾ സെലക്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ആ ആള് ഈ ഓഡിഷൻ ടീമിനോട് തന്നെ പറഞ്ഞു, അത് സ്ത്രീയാണ്, അവർ പറഞ്ഞു ഞാൻ ഇതിന് റെഡിയാണ്, റെഡിയാണ്. ഇത് ഒരു ഹുക്കാണ്, മനസ്സിലായി? ഈ ഹുക്ക് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കും ഒരു ഭയം, അല്ലെ പുരുഷന്മാർക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല, എടുത്തു പറയുന്നു സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജെൻഡർ ഇല്ലാതെ ഒരു പേടി ഉണ്ടാവണം. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇത് ചൂഷണം ചെയ്യുന്നവരും ചൂഷണത്തിന് റെഡിയായി നിൽക്കുന്നവർക്കും ഒരു ഭയം ഉണ്ടായിരിക്കണം. ഇത് എന്തും കാണിച്ചാൽ സിനിമയിൽ കയറാം, അല്ലെ എന്തും ചെയ്താൽ സിനിമയിൽ കയറാം. ഇതിൻ്റെ അൾട്ടിമേറ്റ് സാധനം എന്നത് ചില ആൾക്കാർക്ക്, ഈ പറയുന്ന അങ്ങോട്ട് റെഡിയാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ആഗ്രഹത്തെക്കാൾ കൂടി ഒരു ഫെയിമോ അല്ലെങ്കിൽ പണമോ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അത് കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ഫെയിം അല്ലെങ്കിൽ പൈസ, ഈ രണ്ട് സാധനത്തിനും വേണ്ടി മുന്നിട്ട് ഇറങ്ങണവരാണ് ഈ പോയിട്ട് ഓരോ പണി ഒപ്പിക്കുന്നത്, അല്ലേ? ഈ റിപ്പോർട്ടിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇതിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്, അതായത് സിനിമാ മേഖലയിലുള്ള കുടുംബങ്ങളുണ്ടാവുമല്ലോ, ആ ഫാമിലിയിൽ നിന്നുള്ള യങ് ആർട്ടിസ്റ്റും വരെ ഈ ചൂഷണത്തിന് വഴങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ പോലും ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ്. എത്തൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ. ഈ പവർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭീമമായ അവസ്ഥ. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു കുടുംബം വർഷങ്ങളായി ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഈ പറഞ്ഞ പവർ പൊളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ഫാമിലി അറിയാവുന്നതാണ്. അവരുടെ ഒരു ചോറല്ലേ അല്ലേ അത്? അപ്പൊ അവിടെയും ഈ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ അപ്പൊ എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവൂലേ? അത് മാത്രമല്ല അനുഭവം, ഞാൻ ഇപ്പൊ അടുത്തിടയ്ക്ക് കേട്ട് എൻ്റെ ഒരു ക്ലയന്റ് വന്നതാണ്, അവരുടെ മാറ്റർ ഒന്നാണ്, അവരുടെ അറിയാവുന്ന ഒരു കുട്ടി, ആ കുട്ടി കേരളത്തിൽ നിന്ന്, അതായത് ദുബായ് അല്ലെങ്കിൽ ഒരു കൺട്രി കേന്ദ്രീകരിച്ച് ഒരു റാക്കറ്റ് നടക്കുന്നുണ്ടെന്നാണ്. അതായത് ഇവിടുന്ന് ഡാൻസ് പരിപാടിയെന്നും മുമ്പ് റൂമറേ കേട്ടിട്ടുള്ളൂ, ഇതിപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി എനിക്ക് അനുഭവമുള്ളതാണ്. ഡാൻസ് പരിപാടി, അവിടെ ഷോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടികൾ കൂട്ടിക്കൊണ്ടു പോകും. അവർ ഒരു സെറ്റിൽമെൻറ്റിന് അവർ 4 lakhs 3 lakhs ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം റെമ്യൂണറേഷൻ വിത്തൗട്ട് എയർ ടിക്കറ്റും വിസ പൈസയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട്. അവിടെ ചെന്നിട്ട് ഇവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ്. ഈ പറഞ്ഞപ്പോഴാണ് മറ്റേ പഴയ ഒരു സിനിമ ഉണ്ട്, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയിൽ പറഞ്ഞതല്ലാത്ത ഒരു കാര്യം ഈ റിപ്പോർട്ടിലില്ല. ആ സിനിമ കണ്ട നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആ ലേഖ എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിച്ചുപോയ മറ്റൊരു നടിയെ ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പൊ അവളുടെ ലൈഫ് തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അമ്മയാണ് അവളെ തള്ളി വിടുന്ന അഭിനയിക്കാനും. ആ സാധനം ഇപ്പൊ പറഞ്ഞ അമ്മമാരാണ് മക്കളെ വിടുന്നത്. പിന്നെ ആ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുദോഷം കേട്ടിട്ടുള്ള ആളാണ്. അയാളാണ് അത്രയും നന്മ നിറഞ്ഞൊരു പടം എടുത്തെന്നുള്ളത്. അപ്പൊ ഇത് ഭയങ്കര വൈരുദ്ധ്യമാണ്. ഈ സിനിമ ഇൻഡസ്ട്രി ഭയങ്കര മൊറാലിറ്റിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു സാധനമാണ്. ഇത് വൈരുദ്ധ്യം മാത്രമല്ല, പലതും ഇല്ലീഗലാണ്. നമുക്കൊന്നും ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. അതേപോലെ പല ഇതും ഇവിടുന്ന് വേറെ കൺട്രിയിലേക്ക് ഷോസ് എന്ന് പറഞ്ഞ് പോകുന്നതല്ല, ഇല്ലീഗലായിട്ടാണ് ഇവരുടെ പേപ്പർ വർക്ക് നടക്കണേ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?